ഇക്കാര്യത്തിൽ ഇന്നലെ മുതൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിന്റെയും തിരക്കഥയുടെ അടിസ്ഥാനത്തിലൊരു നാടകമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തെളിവായി പുറത്തു വരേണ്ട കാര്യമാണ് ഈ CCTV ദൃശ്യങ്ങൾ. കാരണം ഇങ്ങനെ അക്രമം മന്ത്രിക്കെതിരെ നടന്നിട്ടില്ല, മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടില്ല, മന്ത്രിയുടെ അയലത്ത് ഈ പറഞ്ഞ മന്ത്രിയുടെ തൊട്ടടുത്തോ KSU പ്രവർത്തകർ പ്രതിഷേധിച്ച KSU പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ ഇനി അങ്ങനെയല്ല, മറിച്ച് മന്ത്രിക്ക് നേരെ അക്രമം ഉണ്ടായി, മന്ത്രിയെ ശാരീരികമായി ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇത്രയും സമയം പിന്നിട്ടിട്ടും പോലീസിന് ഉൾപ്പെടെ അത് ഹാജരാക്കാനോ അത് കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനെ ഒരു ദൃശ്യം, അങ്ങനെ ഒരു തെളിവ് അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി പക്ഷെ CCTV കത്തിപ്പോയെന്ന് പറയാത്തത് മഹാഭാഗ്യം. എന്തായാലും അല്ല, CPM പ്രവർത്തകർ എന്തായാലും ഒരു CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പുറത്തുവിടാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, അത് നമ്മൾ കരുതിയിരിക്കണ്ടേ? അല്ല, ഞാൻ അത് കരുതിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോ അങ്ങനെ ഒരു ആക്രമിച്ച സാഹചര്യം ഉണ്ട് എങ്കിൽ, അങ്ങനെ മന്ത്രിക്ക് പരിക്ക് പറ്റിയതായെന്ന് അല്ലെങ്കിൽ മന്ത്രിയെ ദേഹത്ത് സ്പർശിക്കുകയെങ്കിലും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ എപ്പോഴേ ഈ CCTV ദൃശ്യം പുറത്തു വന്നേനെ. പോലീസ് സംവിധാനത്തിന്റെ കയ്യിൽ ഈ പറഞ്ഞ എല്ലാ തരത്തിൽ ഔദ്യോഗിക സംവിധാനത്തിന്റെ കയ്യിൽ നിമിഷങ്ങൾ കൊണ്ട് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ, ഒരു CCTV ഫുട്ടേജ് എപ്പോഴേ പ്രചരിച്ചേനെ. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോ അത് ലഭ്യമാകാത്തത്. അങ്ങനെ ഒരു അടിസ്ഥാനപരമായി അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല, അങ്ങനെ ഒരു അക്രമമേ ഉണ്ടായിട്ടില്ല. മന്ത്രിക്കെതിരെ സ്വാഭാവികമായ ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ ഈ അരങ്ങേറുന്ന നാടകങ്ങളൊക്കെ കൃത്യമായ ഈ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കോ ഒരു കഴുത്ത് വേദന വന്നാൽ, ഇപ്പൊ മന്ത്രി പറയുന്ന പോലെ കഴുത്തിന് വേദന, കഴുത്ത് ഉളുക്കി എന്നൊക്കെ പറയുന്നു. കഴുത്തിന് വേദന വന്നാൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിൽ പോയാൽ അപ്പോൾ തന്നെ വിദഗ്ധ പരിശോധന നടത്തുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് MRI സ്കാൻ നിർദ്ദേശിക്കുകയും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ? എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖലയോടൊപ്പം തന്നെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും ഇപ്പോ ICUവിലാണ് എന്നുള്ള ദയനീയമായ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അത് കണ്ടിലും നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.